Hello everyone, welcome to Say Cheers. ഇന്ന് സിമ്പിളായിട്ടൊരു റവ ഉപ്മാവ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലാവശ്യമനുസരിച്ചുള്ള റവ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 125 ml കപ്പിന് 1 കപ്പാണ് റവ എടുത്തിരിക്കുന്നത്. ഈ റവയെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. റവ റോസ്റ്റായി കഴിയുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ റവയെ വേറൊരു പ്ലേറ്റിലോ മറ്റോ കൊട്ടി വെക്കണം ആറാനായിട്ട്. ഈ പാത്രത്തിൽ തന്നെ വെച്ചാണെങ്കിൽ അത് ചിലപ്പോൾ കളർ ഇത്തിരി മാറും. അതുകൊണ്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണമായിരിക്കും നല്ലത്. ഇനി ഈ റവ വറുത്ത പാനിനെ ഒന്നും കൂടെ ചൂടാക്കിയിട്ട് അതിൽ നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലൊരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് കടുക് പൊട്ടുമ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും 2-3 പച്ചമുളക് കടുക് കീറിയതും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ 1 കപ്പ് റവയിൽ എടുത്തത്, അപ്പോൾ 3 കപ്പ്, ചുരുങ്ങിയത് 3 കപ്പെങ്കിലും ഒഴിച്ച് കൊടുക്കണം. മാക്സിമം 3.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം കൂടിയാലും പിന്നെ അത് വല്ല പായസം പോലെ ആകും. ഇനി ഇതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് പാകമാണോയെന്ന്. ഉപ്പ് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം, എന്നാലേ നമ്മൾ റവ ചേർക്കുമ്പോൾ കറക്റ്റായിരിക്കുള്ളൂ. പാകത്തിനുള്ള ഉപ്പിട്ട് ഇത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ചേർക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും ഇടയ്ക്ക്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റവ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേഗം അത് കട്ട പിടിക്കാൻ തുടങ്ങും. ഒരു 2 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കട്ടിയാകാൻ തുടങ്ങും. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരാ തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്മാവൊക്കെ നമ്മൾ പലരും ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് സാധാരണ. തേങ്ങ വേണമെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 കൈപ്പിടി നിറയൊക്കെ ചേർക്കാം. അപ്പോൾ ഒന്നും കൂടെ സ്വാദുണ്ടാകും ഉപ്മാവിൽ. ചൂടോടെ ഈ ഉപ്മാവ് കഴിക്കാൻ നന്നായിരിക്കും, പഴം കൂട്ടി കഴിക്കാം. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.